ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. ടെലിഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ വീടും സ്ഥലങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ താമസിക്കുന്നത് ഒണ്ടാരിയോയിലുള്ള ബ്രാൻഫോർഡ് എന്ന സ്ഥലത്താണ്. ബ്രാൻഫോർഡിന് വേറൊരു പേരും കൂടിയുണ്ട്, ടെലിഫോൺ സിറ്റി. ഗ്രഹാം ബെല്ലിന്റെ നാടായതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഇത്രയും ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലം ഉള്ളത് ഒരു വ്ലോഗ് ആക്കാമെന്ന് കരുതി. അതാകുമ്പോൾ എല്ലാവർക്കും കാണാലോ. ഈ കാണുന്നതാണ് മെൽവിൽ ഹൗസ്, ഗ്രഹാം ബെല്ലിന്റെ വീട്. പക്ഷേ നമ്മൾ ആദ്യം പോകുന്നത് രജിസ്ട്രേഷനും കുറച്ച് സൊവനിയേഴ്സും ഒക്കെ ഉള്ള ബിൽഡിങ്ങിലേക്കാണ്. മൺഡേ ടു സാറ്റർഡേ 9 AM to 4 PM ആണ് ഇവിടുത്തെ ടൈമിംഗ്. അഡൽസിന് $10 കുട്ടികൾക്ക് $7.75 ആണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ ഇനി പോകുന്നത് ഗ്രഹാം ബെല്ലിന്റെ വീട്ടിലേക്കാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു കഫേയാണ്. ഇന്ന് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു, ആരെയും കാണാനൊന്നുമില്ല. അപ്പൊ നമുക്ക് മെൽവിൽ ഹൗസിലേക്ക് നേരെ പോവാം. നോർത്ത് അമേരിക്കയിലെ ഗ്രഹാം ബെല്ലിന്റെ ആദ്യത്തെ വീടാണിത്. ആദ്യകാലത്തെ പല എക്സ്പെരിമെന്റ്സും ഇവിടെ വെച്ചാണ് നടത്തിയത്. ഈ വീടും പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കുറെ മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. മെൽവിൽ ഹൗസിന്റെ 150th ആനിവേഴ്സറിക്ക് ക്വീൻ എലിസബത്ത് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബോർഡിൽ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാനഡയിലെ തന്നെ ഏറ്റവും വലിയ ടെലിഫോൺ കമ്പനിയാണ് ബെൽ ടെലിഫോൺ കമ്പനി. അതിന്റെ പേര് വന്നത് തന്നെ ഗ്രഹാം ബെല്ലിന്റെ പേരിൽ നിന്നാണ്. ബെല്ലിന്റെ ആദ്യത്തെ ഓഫീസ് ഈ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതുവരെ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതൊരു ഗൈഡഡ് ഹോം ടൂർ ആണ്. ഇവിടെ കുറെ കുട്ടികളുണ്ട്. അവര് പഴയ കാലത്തെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും, പണ്ട് ഗ്രഹാം ബെൽ യൂസ് ചെയ്ത ഓരോ കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അവർക്ക് അറിയുന്നതാണെങ്കിൽ അവർ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ബുക്കൊക്കെ റെഫർ ചെയ്യാനൊക്കെ പറഞ്ഞു തരും. ഇത് ഗ്രഹാം ബെല്ലിന്റെ ഫാമിലി ഹൗസ് ആയതുകൊണ്ട് എല്ലാ മെമ്പേഴ്സിന്റെയും ബിലോങ്ങിങ്സ് ഒക്കെ കാണാൻ പറ്റി. ലിവിംഗ് റൂമും ഡൈനിങ് ടേബിളും പിന്നെ ഓരോ മെമ്പേഴ്സിന്റെ ബെഡ്റൂമും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, കണ്ടു. ഞാൻ പോയ സമയം വലിയ തിരക്കില്ലാത്തത് കൊണ്ട് അവിടെ കാണാനും മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റി. ഹോം ടൂർ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ബെല്ലിന്റെ ആദ്യത്തെ ബിസിനസ് ഓഫീസിലേക്കാണ്. അത് തൊട്ടടുത്തുള്ള ബിൽഡിംഗ് തന്നെയാണ്. ഗ്രഹാം ബെൽ ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് കോൾ ചെയ്തത് പാരീസിലേക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് അത് ഫ്രാൻസിലെ പാരീസ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ വീടിന്റെ അടുത്തൊരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പാരീസ് ഉണ്ട്. ആ പാരീസിലേക്കാണ് ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് കോൾ ചെയ്തത് എന്നുള്ളത്. പഴയ ടൈപ്പ് കുറേ ഫോണുകൾ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ കോൾ ഡെമോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ റൂമിൽ നിന്ന് അവർ വിളിച്ച് സംസാരിച്ചു. അപ്പം എങ്ങനെ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പം നമ്മുടെ ഗൈഡഡ് ഹോം ടൂർ കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രഹാം ബെല്ലിന്റെ ബാക്ക് യാർഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതേപോലുള്ള കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കുറേ ഹാർഡ് വർക്ക് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും കൊണ്ട് ഏത് വലിയ ഗോളും അച്ചീവ് ചെയ്യാം.
കുറേ നേരം അവിടെ ഇരുന്ന് സമയം ചെലവഴിച്ചതിന് ശേഷം തിരിച്ചു പോകാമെന്ന് കരുതി ഇങ്ങനെ തിരിച്ചു നടക്കുകയാണ്. അപ്പോഴാണ് ഒരു യെല്ലോ ഫ്ലവർ കണ്ടത്. അടിപൊളി, നല്ല ഭംഗിയായിരുന്നു. ഉണക്കാനൊന്നും നിന്നില്ല, ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോവുകയാണ്. ടാറ്റ, ബൈ ബൈ.